അപ്പോഴേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ രാവിലെ ഇപ്പം നല്ല തണുപ്പാണ്, ഏക്കാൻ കൂടി തോന്നത്തില്ല. അതച്ചങ്ങ് കിടക്കണം. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് പാവയ്ക്ക് മുരിങ്ങയ്ക്കയുടെ അകത്തെ ഫ്ലഷും ഇട്ട് തോരൻ വെക്കാൻ നടത്തണേ. എന്നിട്ട് ഇത് തേങ്ങയൊക്കെ ഇട്ട് ലാസ്റ്റ് തോരൻ വെച്ച് കഴിഞ്ഞ് ഇച്ചിരി ഉണക്ക ചെമ്മീനും കൂടെ പൊടിച്ച് ചേർക്കണം. എന്നാ ടേസ്റ്റാന്നറിയാവോ? എന്നാ മണമെന്നറിയാവോ? ഞാൻ കാണിച്ചു തരാവേ. മണം കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ മണത്ത് കാണിച്ചു തരാം കേട്ടോ. പാവയ്ക്ക് അത്യാവശ്യം ഡ്രൈ ആക്കിയിട്ട് ഇച്ചിരി അധികം തേങ്ങ അങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നേ. കൂടാതെ അത് വാങ്ങിക്കഴിഞ്ഞ് നല്ല പച്ച അയല വറുത്ത് വെച്ചു. അപ്പൂൻ്റെ ലഞ്ച് ബോക്സിലേക്ക് പാവയ്ക്കത്തോരനും അയല വറുത്തതും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ലഞ്ച് ടർക്കിക്കകത്ത് ലഞ്ച് പൊതിഞ്ഞ് അവൾക്കും കൊടുത്തേ. പിന്നെ സമയം പോയോണ്ട് അവൾക്ക് വേഗം വാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവളെ വിട്ട് ഞാൻ വേഗം ഇച്ചിരി പരിപ്പും മത്തങ്ങയും അധികം കറിവേപ്പില അങ്ങ് പിച്ചി 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 അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് അങ്ങ് വെച്ച് ചാറുകറി ഉണ്ടാക്കാനാണ് കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ കൈയും മുറിഞ്ഞു. ചോരയൊന്നും വന്നില്ല, ജസ്റ്റ് ഒന്ന് പാട് വന്നു. ബ്ലഡൊന്നും വരാനില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ചാറിനുള്ള കറിയൊക്കെ കുക്കറിനകത്താക്കി വേഗം അടുപ്പത്തേക്ക് വെച്ച് ജിൽ ജിൽ ജിഗാന്ന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അഭിത്തന്നെ ലഞ്ച് ബോക്സിൽ പാവയ്ക്കത്തോരനും ചമ്മന്തിപ്പൊടിയും കൂണും മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും പരിപ്പും മത്തങ്ങയും ഒക്കെ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇളക്കത്തിന് ഇച്ചിരി എന്താ പറയാ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടയ്ക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കേ, സീ യു.